ജോയുടെ ജീവന്റെ തുടിപ്പിനായുള്ള രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിവസമാണ്. ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്നലെ രാത്രി വൈകി 1 മണി വരെ രക്ഷാപ്രവർത്തനം നീണ്ടിരുന്നു. മാലിന്യം, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മാലിന്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയാകുന്നത്. നമുക്കിപ്പം അമൽ തേനമ്പറമ്പിൽ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, പറയൂ, ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അതായത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഇനി പരിശോധന ഉണ്ടാകില്ല. അവിടുത്തെ പരിശോധന മാറ്റി 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നേരത്തെ നമ്മൾ കണ്ട മാൻഹോൾ അടക്കം തുറന്ന് വീണ്ടും അവിടെ ഒരു പരിശോധന എന്നുള്ളതാണ് പുതിയ തീരുമാനം. അവിടേക്ക് പോവുകയാണ് നേരത്തെ ഇവിടെ നമ്മൾ കണ്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ. അവിടെ ചെന്നാൽ ഈ നേരത്തെ നമ്മൾ കണ്ട സ്കൂബ ഡൈവിംഗ് ടീം അടക്കം അവിടെ ഇറങ്ങി വീണ്ടും പരിശോധന നടത്തും. ഇപ്പോൾ നമ്മൾ കണ്ട നേരത്തെ പരിശോധന നടന്ന സ്ഥലത്ത് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതിനാൽ തന്നെ ഇവിടെ പരിശോധനയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അകത്തേക്ക് പോയ 2 ഉദ്യോഗസ്ഥർ പുറത്തു വന്നതിന് ശേഷം അറിയിച്ചത്. ഇപ്പോഴെന്തായാലും ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയാൽ അവിടെ ഒരു മാൻഹോൾ ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചതാണ്. രാവിലെ വലിയ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർ നേരിട്ട ആ പ്ലാറ്റ്ഫോമിനുള്ളിലൂടെ ഒരു വട്ടം കൂടി ഇറങ്ങി എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ് ഉദ്യോഗസ്ഥർ. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായൊരു ഈ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയുള്ള പ്ലാനുമായി മുന്നോട്ട് പോകാൻ ഒരു വിധത്തിലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്ന പ്ലാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ മാലിന്യം ആ ഫോഴ്സിൽ പുറത്തേക്ക് വരുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ശ്രമം സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. മറ്റ് സാധ്യതകൾ തേടുകയാണ്. ഇനിയിപ്പോൾ അവിടെ മാൻഹോൾ തുറന്ന് വീണ്ടും ഒരു പരിശോധന നടത്തിയാൽ രാവിലെ നടത്തിയ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ടെങ്കിലും ഒരു വട്ടം കൂടി അവിടെ പരിശോധനയ്ക്കാണ് തീരുമാനം. ആര്യ, ശരി, ഒരു ഘട്ടം, അതായത് ഇപ്പോൾ പവർ ഹൗസിനടുത്തുള്ള പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ പരിശോധനയ്ക്ക് ഇറങ്ങിയ മുങ്ങൽ വിദഗ്ധർ, സ്കൂബ ടീം ഇപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അതായത് ഒരു പക്ഷേ അവിടേക്ക് അറിയില്ല, നമുക്ക് ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മളൊരു വിലയിരുത്തൽ മാത്രമാണ്. കാരണം ഒന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല. എവിടെയാണ് ജോയ് കുടുങ്ങിക്കിടക്കുന്നത് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷനും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മാൻഹോളിലൂടെ ഇറങ്ങി 3 മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന മാലിന്യം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പം അവർക്ക് 40 മീറ്റർ ദൂരം മാത്രമാണ് പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പരിശോധന മാറ്റുകയാണ്. അവിടെ കൂടി തിരയാൻ വേണ്ടി ഉള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സ്കൂബ ടീം രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോഫി ഹൗസ് മുതൽ പവർ ഹൗസ് വരെ 35 മീറ്റർ മാത്രമേ ഓട പുറത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു നിന്ന് കാണാൻ കഴിയുന്നത് ഏകദേശം അതൊരു 35 മീറ്റർ ദൂരം മാത്രമാണ്. ബാക്കിയുള്ള ഭാഗം, ഈ ഓടയുടെ ഭാഗമെല്ലാം ഭൂമിക്കടിയിലാണ്. ഒരു ടണലാണ്, ഒരു തുരങ്കമാണത്. റെയിൽവേ സ്റ്റേഷനിലെ വെള്ളം ഓടയിലേക്ക് പോകാൻ കുഴികളൊക്കെ ഉണ്ടാക്കി ഗ്രില്ലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗ്രില്ലിലൂടെയാണ് രക്ഷാപ്രവർത്തകർ ഇറങ്ങിയത്. ഇതിനടിയിലെ ക്ലീനിങ്, ശുചീകരണം റെയിൽവേയുടേതാണ്, കോർപ്പറേഷൻ്റെതാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടേതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പരസ്പരം പഴി ചാരുന്നുണ്ട്. പക്ഷെ അതിലപ്പുറം ഇത്രയധികം മണിക്കൂറുകളായി, ഒരു പകൽ കഴിഞ്ഞു, ഒരു രാത്രി കഴിഞ്ഞു, അടുത്ത പകൽ ഇത് അവസാനിക്കാറായി, ഇത്രയധികം നേരമായി, ഇത്രയധികം മനുഷ്യർ, ഇത്രയധികം വിദഗ്ധർ, ഇത്രയധികം ആധുനിക സംവിധാനങ്ങൾ, സാങ്കേതിക സഹായങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും ഒരു തരത്തിലും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഇത്രയും മെച്ചപ്പെട്ടിട്ടും ഇത്രയും പുരോഗതി കൈവരിച്ചിട്ടും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോമിനിടയിലുള്ള മാൻഹോളിലേക്ക് വീണ്ടും സ്കൂബ ടീം ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. രാഹുൽ ജീനാഥ് കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അറിയാം, നിലവിൽ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത് 5-ാം പ്ലാറ്റ്ഫോമിന്റെ, അതായത് ഈ ആമയഞ്ചൻ തോടിലേക്ക് നീളുന്ന ടണലിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പരിശോധന നടത്തി. അവിടെ ഏതാണ്ട് 30 മീറ്ററോളം ഉള്ളിൽ കടക്കാൻ കഴിഞ്ഞു. അവിടെ ഈ പറയുന്നത് പോലെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. അത്തരത്തിൽ ആ ടണലിന്റെ അപ്പുറത്തേക്ക് പോകാൻ മാലിന്യം വിനയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ തിരികെ വന്നത്. അതുകൊണ്ട് തൊട്ടിപ്പുറത്ത്, അതായത് 4-ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള മാൻഹോളിൽ കൂടി പരിശോധന നടത്താമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ
ഈ 35 അംഗ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന 4ാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിലാണ്. ഈ മാലിന്യം 30, അതായത് 5ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 4ാം പ്ലാറ്റ്ഫോമിലേക്ക് നീളുന്ന ടണലിലേക്ക് കടക്കാൻ സാധിച്ചില്ല. 30 മീറ്ററോളമാണ് തൊട്ട് മുൻപ് അവർക്ക് പരിശോധന നടത്താനായത്. അപ്പോൾ കൃത്യമായി അവർക്ക് ഈ മാലിന്യം, അത്രമാത്രം മാലിന്യമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് 4ാം പ്ലാറ്റ്ഫോമിന്റെ ഈ മാൻഹോളിൽ എത്ര ദൂരം പോകാനാകുമെന്ന് അറിയില്ല. അവരെല്ലാവരും ഇവിടെയുണ്ട്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ മാൻഹോളുകൾ, ഇനി കടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാൻഹോളിലേക്ക് കടക്കുകയാണ്. ഇതുവരെ വിശാലമായ ആ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയെങ്കിൽ ആ ചെറിയ ഗ്രില്ല് മാറ്റി മാൻഹോളിലേക്ക് ഇറങ്ങേണ്ട ഒരു ഘട്ടത്തിലാണ് സംഘമുള്ളത്. അവർ 4ാം പ്ലാറ്റ്ഫോമിന് സമീപമാണുള്ളത്. ഈ 4ാം പ്ലാറ്റ്ഫോമിന്റെ സമീപത്ത് കൂടി പരിശോധന നടത്തുമ്പോൾ ഏതാണ്ട് മാലിന്യം നീക്കി 30 മീറ്ററോളം കടക്കാൻ കഴിയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഒരുവിധം പരിശോധന നടത്തിയെന്ന് നമുക്ക് പറയാനാകും. ഏതായാലും സൂപ്പർ സെക്ഷൻ മെഷീൻ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് 160 മീറ്റർ വരെയുള്ള മാലിന്യം വലിച്ചു കളയാൻ ശക്തിയുള്ള മെഷീൻ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ്. നിലവിൽ 5ാം പ്ലാറ്റ്ഫോമിന്റെ, അതായത് ടണലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് പരിശോധന നടത്തിയെങ്കിലും അവിടെ അവർക്ക് 30 മീറ്റർ അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അവർ 4ാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിൽ ഒടുവിൽ പരിശോധന നടത്തുകയാണ്. ആര്യ, ശരി, ഇപ്പോൾ വീണ്ടും പ്ലാറ്റ്ഫോമിനിടയിലെ മാൻഹോളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ പ്രയാസമുണ്ട്. കാരണം അത്രയും ചെറിയൊരു ഭാഗത്തു കൂടെയൊക്കെ ഇറങ്ങി പരിശോധന നടത്തുക. അതായത് റെയിൽവേ സ്റ്റേഷനിലെ വെള്ളം ഓടയിലേക്ക് ഒഴുകി പോകാൻ വേണ്ടി ചില ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗ്രില്ലുകൾ മാറ്റിയിട്ട് വേണം ഈ സ്കൂബ ടീമിലെ ആളുകൾക്ക് ആ മാൻഹോളിലേക്ക് ഇറങ്ങാൻ. ഇന്ന് രാവിലെ ഈ രീതിയിൽ തെരച്ചിൽ നോക്കിയിരുന്നു. 3 പേരാണ്, സന്തോഷ്, സജയൻ, അങ്ങനെ 3 പേരാണ് 3ാം പ്ലാറ്റ്ഫോമിനിടയിലെ മാൻഹോളിലേക്ക് ഇറങ്ങിയിരുന്നത്. പക്ഷെ അവർക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് തിരിച്ചു കയറിയപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ആ സ്കൂബ ടീമിലെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് മാലിന്യം. അപ്പോൾ അവരതിൽ കുടുങ്ങി പെട്ടുപോകുമോ എന്നുള്ളൊരു ആശങ്ക പോലും ഉണ്ടായി. അങ്ങനെ ഒരു സമയം വന്നപ്പോഴാണ് തിരിച്ചു കയറിയത് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും 5ാം പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ കൂടെ ഇറങ്ങി പരിശോധന നടത്താൻ, ജോയ്ക്കായുള്ള തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.